തമിഴ്നാട് മുഖ്യമന്ത്രിയായി നടൻ വിജയ് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 9 മന്ത്രിമാരും വിജയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പേരമ്പൂർ സീറ്റ് നിലനിർത്തി വിജയ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലെ നിയമസഭാ അംഗത്വം രാജിവെച്ചു. ഉദയനിധി സ്റ്റാലിനെ DMK നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. സി ജോസഫ് വിജയ് എന്നും ഞാൻ இந்திய அரசியல் அமைப்பின்பால் ഉണ്മയാണ് നമ്പിക്കയും മാറാ പற்றும் കൊണ്ടിരിപ്പേൻ എന്നും 5 ദിവസം നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് 120 MLA-മാരുടെ പിന്തുണയോടെ തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്തത്. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഒരു വനിതാ മന്ത്രി ഉൾപ്പെടെ 9 മന്ത്രിമാരും വിജയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. சட்டப்படி அமைக்கப்பட்ட உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் ഒരു മുൻ IRS ഉദ്യോഗസ്ഥൻ, ഡോക്ടർമാർ, സിനിമാ താരങ്ങൾ എന്നിവരടങ്ങുന്ന വൈവിധ്യമാർന്ന ഒരു സംഘത്തെയാണ് ഭരണത്തിനായി വിജയ് തെരഞ്ഞെടുത്തത്. ശിവകാശിയിൽ നിന്നുള്ള MLA-യും നടിയുമായ കീർത്തനയാണ് മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി N. ആനന്ദ്, 5 പതിറ്റാണ്ടുകാലം AIADMK-യിൽ പ്രവർത്തിച്ച മുതിർന്ന നേതാവായ KS സെങ്കോട്ടയ്യൻ, ആദവ് അർജുന, P. വെങ്കട്ടരാമൻ, നടനും പ്രഭാഷകനുമായ രാജ്മോഹൻ അറുമുഖം, ഡോക്ടർ TK പ്രഭു, നിർമ്മൽ കുമാർ തുടങ്ങിയവരാണ് മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചടങ്ങിൽ പങ്കെടുത്തു. സഖ്യകക്ഷി നേതാക്കളെ ചടങ്ങിൽ വിജയ് പേരെടുത്ത് നന്ദി പറഞ്ഞു. കോൺഗ്രസ് പേരിയക്കത്തിൻ തലവർ മതിപ്പുക്കുரிய திரு மல்லிகார்ஜுன் கார்கே அவர்களே, பாராளுமன்ற எதிர்க்கட்சி தலைவர் மதிப்புக்குரிய மை பிரதர் திரு ராகுல் காந்தி அவர்கள், തൃശയടക്കമുള്ള വൻ താരനിരയും സത്യപ്രതിജ്ഞയ്ക്കെത്തി. വിജയുടെ ബന്ധുക്കളെ കൂടാതെ കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളും ചടങ്ങിലെത്തി. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ CM ഓഫീസിലെത്തിയ വിജയ് 500 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകാനുള്ള ഫയലിൽ ഒപ്പുവെച്ചു. തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്നും വിജയ് രാജി സമർപ്പിച്ചു. ഇന്നു ചേർന്ന DMK നിയമസഭാ കക്ഷി യോഗം നേതാവായി ഉദയനിധി സ്റ്റാലിനെ തെരഞ്ഞെടുത്തു. മുതിർന്ന നേതാവ് KN നെഹ്റുവാണ് നിയമസഭാ കക്ഷി ഉപനേതാവ്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.